ഇറാൻ ഇസ്രായേൽ സംഘർഷം ഇത്രമാത്രം മൂർച്ഛിച്ചിട്ടും ആക്രമണ പരമ്പരകൾ അരങ്ങേറിയിട്ടും ഇതുവരെ ഇറാൻ റഷ്യയിൽ നിന്നും സൈനിക സഹായം ആവശ്യപ്പെടാതിരുന്നതിൽ അമ്പരന്നിരിക്കുന്നത് അമേരിക്കയാണ്. അങ്ങനെയെങ്കിൽ എത്രമാത്രം ആയുധ ശേഖരം ഇറാനിൽ കാണുമെന്നതാണ് ഇസ്രായേലിന്റെയും ചങ്കിടിപ്പേറിക്കുന്നത്. ഖാസയിലും ലബനിലും സിറിയയിലും നടത്തിയതുപോലെ പെട്ടെന്ന് ഇറാനെയും തീർക്കാമെന്ന് കരുതിയിറങ്ങി തിരിച്ചവർ സ്വയം തീരാൻ പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. വളരെ കാലമായി ആയുധ നിർമ്മാണ രംഗത്ത് ഇറാൻ ഉണ്ടാക്കിയ വിപ്ലവകരമായ മുന്നേറ്റമാണ് ശത്രുവിനെ നേർക്ക് അവരിപ്പോൾ എടുത്ത് പ്രയോഗിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലിനെതിരെ ഒന്നിലധികം പോർമുനകളുള്ള മിസൈലുകളും ഇറാൻ പ്രയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇസ്രായേൽ വ്യോമ പ്രതിരോധ സംവിധാനത്തെ കബളിപ്പിക്കാനും കനത്ത നാശം വിതയ്ക്കുവാനും ഇത്തരം മിസൈലുകൾക്ക് ഇതിനകം തന്നെ സാധിച്ചിട്ടുമുണ്ട്. ഇസ്രായേലിനെതിരെ ക്ലസ്റ്റർ ബോംബുകൾ അടങ്ങുന്ന മിസൈലുകളും ഇറാൻ പ്രയോഗിച്ചു തുടങ്ങിയത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സകല കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്നതാണ്. ലോകം ഭയക്കുന്ന ബോംബുകളിൽ പ്രധാനിയാണ് ഇത്. ഇതാദ്യമായിട്ടാണ് സംഘർഷത്തിൽ ഇറാൻ ഇത്തരം ബോംബുകൾ പ്രയോഗിക്കുന്നത് എന്നാണ് റോയിട്ടേഴ്സ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്. മിസൈലുകൾ പോർമുനകളെ ഘടിപ്പിക്കുന്ന ക്ലസ്റ്റർ ബോംബുകൾ തൊടുക്കുമ്പോൾ ഒന്നാണെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് പതിക്കുമ്പോൾ അത് 50-100 ബോംബുകളെ ചിതറിക്കും. മധ്യ ഇസ്രായേലിൽ 8 കിലോമീറ്ററോളം ചുറ്റളവിൽ ഇറാൻ തൊടുത്തുവിട്ട ക്ലസ്റ്റർ ബോംബുകൾ പതിച്ചതായ റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു. ഏറെ അപകടം പിടിച്ച ക്ലസ്റ്റർ ബോംബ് ആക്രമണത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്ന കാര്യത്തിൽ ഇസ്രായേൽ സൈന്യവും ആ നാട്ടിലെ ജനങ്ങളും ഭയത്തിലാണ്. മധ്യ ഇസ്രായേലിലെ അസോറിൽ ഉൾപ്പെടെ ക്ലസ്റ്റർ ബോംബുകൾ പതിച്ചതായും ഇത് വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നും ടൈംസ് ഓഫ് ഇസ്രായേൽ ലേഖകൻ ഇമാനുവൽ ഫാബിൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2008 അന്താരാഷ്ട്ര തലത്തിൽ നിരോധിച്ച കൊടും നശീകരണ ശേഷിയുള്ള ആയുധമാണ് ഇറാൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ക്ലസ്റ്റർ ബോംബ് മിസൈലുകളുടെ നിർമ്മാണം, സംരംഭം, കൈമാറ്റം, ഉപയോഗം എന്നിവയ്ക്കെതിരെ 111 രാജ്യങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിലും ഇറാനും ഇസ്രായേലും ഒപ്പിട്ടിട്ടില്ല. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയെ വധിക്കുമെന്ന് ഇസ്രായേൽ പരസ്യമായി വ്യക്തമാക്കിയ ഉടനെ തന്നെയാണ് ക്ലസ്റ്റർ ബോംബും ഇറാൻ പ്രയോഗിച്ചിരിക്കുന്നത്. ഇനി ഇസ്രായേൽ ഏതുതരം ആക്രമണം നടത്തിയാലും അതിനെതിരെ വിനാശകാരികളായ മറ്റ് ആയുധങ്ങൾ പുറത്തെടുക്കുമെന്നാണ് ഇറാൻ സൈന്യം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പും. എന്തും ചെയ്യാൻ മടിക്കാത്ത മാനസികാവസ്ഥയുള്ള ഇസ്രായേലിനെതിരെ അവർ പ്രയോഗിക്കുന്നതിനേക്കാൾ ശക്തമായ ആയുധങ്ങൾ പ്രയോഗിക്കുന്ന ഇറാന്റെ നിലപാട് അമേരിക്കയെ സംബന്ധിച്ച് തികച്ചും അപ്രതീക്ഷിതം തന്നെയാണ്. ഇസ്രായേലിനെതിരെ ഇങ്ങനെ ആക്രമിക്കുന്ന ഇറാൻ അവരുടെ ആണവ കേന്ദ്രം അമേരിക്ക ആക്രമിച്ചാൽ എങ്ങനെയൊക്കെ തിരിച്ചടിക്കും എന്നതിൽ അമേരിക്കൻ ഏജൻസികൾക്കും ആശങ്കയുണ്ട്. ഇറാൻ വിലയിരുത്തലിൽ തെറ്റുപറ്റിപ്പോയി എന്ന നിലപാടും അമേരിക്കൻ ഉദ്യോഗസ്ഥർക്കിടയിൽ ശക്തമാണ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയ ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചന നടത്താതെയാണ് ട്രംപ് ഇറാനെ വെല്ലുവിളിച്ചിരിക്കുന്നത്. എന്നാൽ പുതിയ സാഹചര്യത്തിൽ ട്രംപും ഇപ്പോൾ 2 അടി പിറകോട്ട് വെച്ചിട്ടുണ്ട്. അമേരിക്ക ഇറാന് നേരെ ആക്രമണം നടത്തിയാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുമെന്ന ആശങ്കയാണുള്ളത്. ഇതുവരെ ഉണ്ടായിരുന്നെങ്കിൽ നിലവിലെ അവസ്ഥ അതല്ല. അമേരിക്ക വരെ എത്തി നാശം വിതയ്ക്കുവാൻ ശേഷിയുള്ള ദീർഘദൂര മിസൈലുകളുടെ വൻ ശേഖരണം തന്നെ ഇറാന്റെ ആവനാഴിയിലുണ്ടെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചില അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെയാണ് ഈ വിവരവും പുറത്തുവിട്ടിരിക്കുന്നത്. ഇതോടെ ഇറാനെ ആക്രമിക്കുന്നതിനെതിരെ അമേരിക്കയിലും പ്രതിഷേധം ശക്തമാണ്. വട്ടനായ പ്രസിഡന്റ് അമേരിക്കൻ ജനതയുടെയും സൈന്യത്തിന്റെയും ജീവൻ കൊണ്ട് കളിക്കരുത് എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ഇതോടെയാണ് 2 ആഴ്ച കഴിഞ്ഞ് ഇറാന്റെ ആണവ നിലയം ഉൾപ്പെടെ ആക്രമിക്കുന്നത് ആലോചിക്കുകയുള്ളൂ എന്ന നിലപാടിലേക്ക് ട്രംപ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ സമയത്തിനുള്ളിൽ സംഘർഷം അവസാനിപ്പിക്കാൻ ഫ്രാൻസ്, ജർമ്മനി ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങളും രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇറാൻ വിദേശകാര്യ മന്ത്രിയുമായിട്ടാണ് ഇവർ ചർച്ചകൾ നടത്തുന്നത്. ട്രംപുമായിട്ട് ഉടക്കിലുള്ള ഫ്രാൻസിന് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ അമേരിക്ക ഇടപെടുന്നത് ശരിയല്ല എന്ന നിലപാടാണുള്ളത്. ഇറാൻ ഫോർമോസ് കടലിടുക്ക് അടച്ചാൽ പശ്ചിമേഷ്യയിൽ മാത്രമല്ല യൂറോപ്പിനും അത് വൻ പ്രഹരമായി മാറുമെന്ന തിരിച്ചറിവും യൂറോപ്യൻ രാജ്യങ്ങൾക്കുണ്ട്. റഷ്യക്കെതിരെ യുക്രൈനെ സഹായിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മറ്റൊരു വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള ശേഷിയില്ലാത്തതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അവസരം മുതലാക്കി റഷ്യ യൂറോപ്പിനെ ആക്രമിക്കുമെന്ന ഭയമാണ് ഈ രാജ്യങ്ങൾക്ക് ഉള്ളത്. അമേരിക്കയോ മറ്റേതെങ്കിലും രാജ്യമോ ഇറാന് നേരെ ആക്രമണം തുടങ്ങിയാൽ ആ നിമിഷം തന്നെ റഷ്യയും ചൈനയും ഇറാന് വേണ്ടി രംഗത്തിറങ്ങും എന്നാണ് CIA ഉൾപ്പെടെയുള്ളവർ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഇറാൻ ആവശ്യപ്പെട്ടാൽ എന്ത് തരം ആയുധ സഹായങ്ങൾ നൽകുവാനും റഷ്യ തയ്യാറാകും എന്നാണ് റഷ്യൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്.
അതേസമയം എല്ലാവരും ഭയക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ ഇറാനിലുണ്ട്. അത് ഇറാനിലെ ബുഷെഹാറിൽ സ്ഥിതി ചെയ്യുന്ന റഷ്യൻ നിർമ്മിത ആണവ നിലയമാണ്. ഈ നിലയത്തിന് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തിയാലും അമേരിക്ക ആക്രമണം നടത്തിയാലും പിന്നെ യുദ്ധത്തിന്റെ ഗതി മാറി. റഷ്യയുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് കലാശിക്കുക. യുക്രൈനിൽ റഷ്യ സൈനിക പരിശീലനം നടത്തുന്ന മോഡലിൽ കാഴ്ചവെക്കുന്ന ലളിതമായ സൈനിക നടപടിയല്ല ഇറാനൊപ്പം റഷ്യ ചേർന്നാൽ സംഭവിക്കുക എന്നതും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇറാനിലെ റഷ്യൻ നിർമ്മിത ആണവ കേന്ദ്രത്തിൽ നിരവധി റഷ്യൻ ഉദ്യോഗസ്ഥരുണ്ട്. റഷ്യൻ സൈനികരും ഇവിടെ കാവലുണ്ട്. ഈ ആണവ നിലയം ആക്രമിക്കപ്പെട്ടാൽ റഷ്യൻ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെടും. അങ്ങനെ സംഭവിച്ചാൽ ഇസ്രയേലിനെതിരെ ആണവ ആയുധം പ്രയോഗിക്കാൻ പോലും പുടിൻ മടിക്കുകയില്ല. 3 പതിറ്റാണ്ടുകളായി റഷ്യയും ഇറാനും ആണവ പദ്ധതിയിൽ സംയുക്തമായി പ്രവർത്തിക്കുന്ന രാജ്യങ്ങളാണ്. 2022 യുക്രൈനിൽ സൈനിക നടപടി ആരംഭിച്ചതിന് ശേഷമാണ് ഇറാനുമായുള്ള സൈനിക ബന്ധം റഷ്യ കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നത്. ജനുവരിയിൽ ഇരു രാജ്യങ്ങളും തന്ത്രപരമായിട്ടുള്ള ഒരു പങ്കാളിത്ത കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. റഷ്യയുടെ സ്റ്റേറ്റ് ആറ്റോമിക് എനർജി കോർപ്പറേഷൻ നിർമ്മിച്ച ബുഷെഹറിലെ ആണവ നിലയത്തിൽ 200ഓളം റഷ്യൻ ഉദ്യോഗസ്ഥരാണ് നിലവിൽ ജോലി ചെയ്യുന്നത്. ഇറാന്റെ സിവിലിയൻ ആണവ പദ്ധതിയുമായി തുടർന്നും റഷ്യ സഹകരിക്കും എന്ന് തന്നെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയത്. ഇറാന്റെ ഭൂഗർഭ യുറേനിയം സമ്പുഷ്ടീകരണ സൗകര്യങ്ങൾക്കൊന്നിനും ഇസ്രയേൽ ആക്രമണത്തിൽ ഒരു തരത്തിലുള്ള കേടുപാടുകൾ ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യൻ വിദഗ്ധർ തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം ഇറാൻ ഇസ്രയേൽ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന പല വിവരങ്ങളും തെറ്റാണെന്ന് തന്നെയാണ് റഷ്യൻ പ്രസിഡന്റും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ മുൻനിർത്തി റഷ്യൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകളിൽ ഇറാൻ വ്യോമപാതയിൽ കയറി ഇസ്രയേൽ ആക്രമണം നടത്തിയെന്ന വാദങ്ങളെയും രേഖകൾ സഹിതം പൊളിച്ചടക്കിയിട്ടുണ്ട്. ഇറാഖ് ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള വ്യോമപാതയിൽ നിന്നുമാണ് ഇസ്രയേലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയത് എന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനെ സ്വാധൂകരിക്കുന്ന വെളിപ്പെടുത്തലാണ് പുടിനും ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇറാനെതിരായി ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്ക് ഇറാനിയൻ സമൂഹത്തിന്റെ ഏകീകരണത്തിന് കാരണമായതായും റഷ്യൻ പ്രസിഡന്റ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇസ്രയേലും അമേരിക്കയും ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമീനിയെ കൊല്ലുവാനും ഉള്ള സാധ്യതയെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഇക്കാര്യം ചർച്ച ചെയ്യാൻ പോലും ആഗ്രഹിക്കുന്നില്ല എന്നാണ് രോക്ഷത്തോടെ പുടിൻ പ്രതികരിക്കുന്നത്. ഖമീനിയെ ലക്ഷ്യമിടുന്നതിനെതിരെ പുടിൻ ഇസ്രയേലും അമേരിക്കയും നേരത്തെ തന്നെ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമീനി വ്യക്തിപരമായി ഏറെ അടുപ്പം പുലർത്തുന്ന ചുരുക്കം ചില രാഷ്ട്ര നേതാക്കളിൽ പ്രമുഖനാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. അതുകൊണ്ട് തന്നെ എന്താണ് റഷ്യയുടെ പ്ലാൻ എന്നതും കണ്ടു തന്നെ അറിയേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്.